മഴ തോറും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി വളരെ വലിയ ഒരു വില നൽകുന്നത് പോലെ ആ വീട്ടിലുള്ളവർക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പം തന്നെ രോഹിത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അവൻ്റെ കാര്യത്തിൽ വലിയൊരു തീരുമാനം എടുക്കാൻ പോവുക അലീന തന്നെയാണ്. എന്തായാലും ഇത്രയും ദിവസം ആരും ഒന്നും അന്വേഷിക്കാത്ത കാര്യമായിരുന്നു അവൻ്റെ ജീവിതത്തെക്കുറിച്ച്. അവനൊരു മൗനത്തിലായിരുന്നു ആ വീട്ടിൽ. എന്നാൽ അതിലെല്ലാം കരകയറ്റി കൊണ്ടുവന്നത് അലീന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളടുത്ത് ഇത്രയും അടുക്കുകയും ചെയ്തത്. എന്നാൽ സ്കൂളിലാണെങ്കിൽ പഠിക്കുന്ന കാലം മുതൽ അമ്മയായിരുന്നു എല്ലാം നോക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന ഘട്ടമായപ്പോഴത്തേക്കും, അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും താങ്ങായി തണലായി നിന്ന് അലീനയെ കൊണ്ട് ഇപ്പോഴത്തെ വളരെ ഒരു ഉപകാരം കിട്ടിയിരിക്കുക. അത് ബാലചന്ദ്രൻ ഓർക്കുകയും ചെയ്യുന്നുണ്ട്, അത് പറയുകയും ചെയ്യുന്നുണ്ട് രോഹിത്തിൻ്റെ അടുത്ത്. അങ്ങനെ രോഹിത്തിനെയും കൊണ്ട് അലീന കോളേജിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അവിടെയാണെങ്കിൽ പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിക്കാനും, എന്നാൽ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും ബാലചന്ദ്രൻ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും കോളേജിലേക്ക് പഠിക്കാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ഇത് വന്ന് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും ഇത് അലീന പറഞ്ഞു, എന്തായാലും ബിഷപ്പിൻ്റെ അടുത്തായിരുന്നാലും ഇത് സംസാരിച്ച് നമുക്ക് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനെയും കൊണ്ടുപോകാൻ നിൽക്കുക. അങ്ങനെ ബാലചന്ദ്രൻ രോഹിത്തിനടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ ജീവിതത്തിലെ പ്രധാന ഒരു ഘട്ടമാണിത്. എന്തായാലും അത്രയും വില കൊടുത്ത് തിരിച്ചു കിട്ടിയതാണ്, അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ല. അതനുസരിച്ചായിരിക്കണം ഇനി നിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് രോഹിത്ത് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എല്ലാം മനസ്സിലായെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന വരികയും അവർ പോവുകയും ചെയ്യുന്നുണ്ട് കാണാൻ വേണ്ടി കോളേജിലോട്ട്. എല്ലാവരെയും കണ്ട് സംസാരിച്ച് എന്തായാലും തിരിച്ച് അവിടെ നിന്ന് പഠിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടേ തിരിച്ച് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അലീന പോകുന്നത്. അത് നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ബാലചന്ദ്രൻ അലീനടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ചേച്ചിയല്ലേ പോയത്, ഇതെന്ത് വെച്ചാലും നടക്കും, ഇത് ഉള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ബബിത പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിക്കുക ചേച്ചിയുടെ ഒരു പതിവാണല്ലോ, ഈ വീട്ടിൽ സംഭവിച്ചത് അങ്ങനെയൊക്കെയല്ലേ, അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യമല്ലേ, ഇതൊക്കെ നിസ്സാരം പോലെ ചേച്ചി ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കി ബാലചന്ദ്രൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹരിയുടെ ജീവിതത്തിലുണ്ടായ ആ സംഭവം അത് വരുത്തി വെച്ചത് ഹരി തന്നെയാണ്. അതുകൊണ്ട് ഹരി പറയുന്നുണ്ട്, ഓരോ കാര്യത്തിലും ഒന്നും പറയേണ്ട കാര്യമില്ല, ആർക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം തനിയെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അധിക സ്വാതന്ത്ര്യം കൊടുത്ത് ഹരിയെ വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് രോഹിത്തിനെയും കൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയി അതിൽ കൂടെ ചാടിക്കുകയും ചെയ്തത്. എന്നാൽ ഹരിയുടെ അച്ഛനാണെങ്കിൽ ഇപ്പോഴാണ് അവൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഈ കേസിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഒരു വഴിക്കും മാറില്ല എന്ന് മനസ്സിലാവുകയും അങ്ങനെ ശരണ്യയുടെ അച്ഛനെ ഒരാളെ വിട്ട് സംസാരിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാളായിട്ട് സംസാരിച്ച് വന്നപ്പോഴത്തേക്കും മനസ്സിലായ അയാൾക്ക് മോളെ കാര്യമാണെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയാണെങ്കിലും പൈസയായിരുന്നാലും എങ്ങനെ ഒതുക്കി തീർക്കായിരുന്നാലും തീർക്കാം, അത് ഒരു വലിയൊരു കടമ്പയാണ് നമുക്ക് മുന്നിൽ, അതുകൊണ്ട് അതൊന്ന് തീർത്ത് തരണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളിത് ആർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതെന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട്. അത് ഹരിയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് എന്തായാലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയണമെന്ന്. എന്തായാലും അത് നടക്കില്ല, എൻ്റെ മോളുടെ ജീവിതം വെച്ച് അവളുടെ മാനം വിറ്റുള്ള പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ അവളുടെ ജീവിതം തകർത്ത് അവനടുത്ത് ഞങ്ങൾ ഒരിക്കലും പൊറുക്കുകയില്ല, അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വരരുത് എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് അയാൾ. എന്നിട്ടും അയാൾ പറയുന്നുണ്ട്, എന്തായാലും ഒന്നുകൂടെ ആലോചിക്കണം, എന്തായാലും ഇതൊക്കെ ഓരോ ജീവിത പ്രശ്നമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, ജീവിത പ്രശ്നമാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞല്ലേ ആദ്യമേ പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവൻ തകർക്കാനാണോ ആ വലിയവരെ വീട്ടിലുള്ള ആൾക്കാർ നോക്കേണ്ടത്? അതൊന്നും അല്ലല്ലോ, എല്ലായിടത്തും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്. അവനെ ഒരു കേസിൽ നിന്ന് ഞങ്ങൾ വിടുകയുമില്ല. എന്തൊക്കെ കേസിൽ കുറ്റങ്ങളുണ്ടോ അതെല്ലാം അവൻ്റെ മേലിൽ ചുമത്തുകയും ചെയ്യും ഞങ്ങൾ. എന്നാലും അത്രയും ഞങ്ങൾ ദേഷ്യമുണ്ട് അവൻ്റെ അടുത്ത്. ഞങ്ങളുടെ കുടുംബം തകർത്തവനാണ്, അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ആ ഹരിയുടെ പേരും പറഞ്ഞ്
ഞങ്ങളുടെ മുന്നിൽ ഇനി വന്നു പോകില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഹരിയടുത്ത് ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഹരിയുടെ അച്ഛൻ ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ ജീവിതം നീയായിട്ട് തൊലച്ച് വെച്ചതാ, ഞങ്ങൾക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോഴത്തേക്കും ഹരിയുടെ അമ്മ കേട്ടോണ്ട് നിൽക്കുക. എന്തായാലും എൻ്റെ മോൻ ചെയ്ത തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞ് അവനെ ക്രൂശിക്കുന്നതിന് ഒരു ആവശ്യവുമില്ല. അവർ തെറ്റ് തിരുത്തുക എന്നുള്ളത് നമ്മുടെ കടമയില്ലേ? ഈ തെറ്റാണോ തിരുത്തേണ്ടതെന്ന് ഹരിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. നീ തന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് ഈ നിലയിലാക്കിയത്, അതുകൊണ്ട് എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഓരോ തരത്തിലും വിഷമം വരുത്തി വയ്ക്കുന്ന കാര്യമാണ് കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലും എന്ന് ഹരിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് ആണെങ്കിൽ അലീനയായിട്ട് പോകുന്നതും അലീനയായിട്ട് സംസാരിക്കുന്നതും എല്ലാം അടുത്ത എപ്പിസോഡിൽ ഉണ്ട്. കാണുക, സപ്പോർട്ട് ചെയ്യുക.